ഹായ് മക്കളെ, ഏതൊരു എക്സാമിനും നമ്മുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു ടൈമിൽ ഏത് എക്സാം ആയിക്കോട്ടെ അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് എന്താണ് ക്ലാസ്സിൽ നടത്തുന്ന ഒരു ചെറിയ യൂണിറ്റ് ടെസ്റ്റ് ഒന്നും പറയണ്ട, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ട് ഒരു ടീച്ചേഴ്സ് നടത്തുന്ന ഒരു എക്സാം ആണെങ്കിൽ പോലും അതിന് വരെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാർ ഈ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓണം എക്സാം റിലേറ്റ് ചെയ്തുകൊണ്ട് പലരും ഇപ്പോഴും സീരിയസ് അല്ല. കാരണം മറ്റൊന്നുമല്ല, ഓണം എക്സാം ഉണ്ടാവുമോ ഇല്ലയോ എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡൗട്ടും കാര്യങ്ങളും ഓണം എക്സാം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പക്ഷേ അത് മാറിക്കിട്ടി, ഓണം എക്സാം ഉണ്ടാവും. പക്ഷേ എങ്ങനെയാണ് ഓണം എക്സാം എന്നുള്ളത് പിന്നീട് അറിഞ്ഞു. നമുക്ക് പബ്ലിക് എക്സാം ആയിട്ടല്ല, സ്കൂളുകളിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ആയിട്ടുണ്ട് അതിനനുസരിച്ച് സ്കൂൾ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞു. ടൈം ടേബിൾ പബ്ലിക്കായിട്ട് ഗവൺമെന്റ് തരുന്ന ആ സെയിം ടൈം ടേബിൾ തന്നെ നടക്കുമെന്നുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ പലരും വേണ്ട രീതിയിൽ ഓണം എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അടുത്തത് ഇല്ല. ഇങ്ങനെയാണ് എക്സാം നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞത് മുതൽ ആരും ഒരുപാട് കുട്ടികൾ വേണ്ട രീതിയിൽ ഓണം എക്സാമിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവിടെയാണ് സാർ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ കാര്യം. ഏത് എക്സാം ആയിക്കോട്ടെ അതിന് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു എക്സാമിനേക്ക് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടോ ആ കാര്യങ്ങൾ പഠിച്ച് കവർ ചെയ്യുക, കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക. ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു എക്സാമിന് പോകാൻ. അതും ആ ഒരു എക്സാം ജസ്റ്റ് ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളെ പാരൻസിൻ്റെയോ കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നത് പോലെ കോപ്പി അടിച്ചൊക്കെ പാസ്സാവാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു എക്സാമിനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് മാത്രം കൊടുക്കുക. ഇതാണ് നിങ്ങൾ പലരും ഇപ്പോൾ ചെയ്യുന്നത്. ഓണം എക്സാമിന് വേണ്ടി പലരും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം ഇതാണ്. ഇപ്പോൾ മനസ്സിൽ അതിങ്ങനെ അങ്ങ് പോട്ടെ, അടുത്ത വെച്ച് സെറ്റാക്കാം, നമുക്ക് പബ്ലിക് എക്സാം പിടിച്ചാൽ പോരെ, ഓണം എക്സാം ഒക്കെ എന്തിനാ എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം അത് മാറ്റി വയ്ക്കുക, തീർക്കുക. ഓണം എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് തീർക്കുക. നിങ്ങൾക്കറിയാം 18-നാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡി? ഇനി നമ്മുടെ മുന്നിൽ നാളെ ഓഗസ്റ്റ് 1 റെഡി? 18 ദിവസം നിങ്ങൾ കൂട്ടണ്ട, 12 ദിവസം നിങ്ങൾ കൂട്ടണ്ട. 15 ദിവസം എടുത്തോ. എങ്ങനെ പഠിക്കണം പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ 50 days മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റെഡി? എങ്ങനെയാണ് നമ്മുടെ ഈ 50 days നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് സാർ നിങ്ങൾക്ക് കഴിഞ്ഞ ലൈവ് വെച്ചിട്ട് പറഞ്ഞു തന്നതാണ്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമ്മുടെ സബ്ജക്റ്റുകളിൽ ഓരോ ചാപ്റ്ററിൻ്റെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും 1 ഷോട്ട് വരാൻ പോവുകയാണ്. റെഡി? നോക്കി വെച്ചോളാം, വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്തിനാ? ടൈം ടേബിളും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആ ലൈവ് നോക്കിയാലും ഈ സെയിം കാര്യങ്ങൾ കാണാം. ഇനിയിപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓരോ ദിവസവും ഇനി വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളിലും ഏതെല്ലാം സബ്ജക്റ്റുകൾ ഏതെല്ലാം ചാപ്റ്ററുകൾ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ 1 ഷോട്ട് നിങ്ങൾ കാണുക. പഠിച്ച കുട്ടികളാണെങ്കിൽ റിവിഷനായിട്ട് എടുക്കുക ഓരോ ചാപ്റ്ററും. ഇനി പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ 1 ഷോട്ട് കാണാം. മാക്സിമം പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് 1 ഷോട്ട് ചെയ്യാറുള്ളത്. പക്ഷേ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറുതായിട്ടെങ്കിലും കവർ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റും ഒരു ദിവസം. ഒരു ദിവസം നിങ്ങൾക്ക് ഇനിയുള്ള ഈ ഒരു 15 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് മിനിമം ഒരു 3-4 ഹവർ നിങ്ങൾക്ക് പഠിക്കാനിരിക്കാൻ പറ്റൂലേ? പറ്റും. ഇനി ആ 3-4 ഹവറിൽ ഒരു 1.5 ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഒരു 1 ഷോട്ടിന് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾക്ക് കിടക്കും. ഒരു 2 മണിക്കൂർ മിനിമം വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചൂടെ? 1 ഷോട്ടും കഴിഞ്ഞ് ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു തീർത്തൂടെ? പറ്റൂലേ? പറ്റും. അതും ഒരു 1 ഷോട്ട് എങ്ങനെ നിങ്ങൾക്ക് കാണാം? ഒരു 1 ഷോട്ട് നിങ്ങൾ എങ്ങനെ കാണാം നിങ്ങൾക്ക്? ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ 1 ഷോട്ടുകളാണെങ്കിൽ എങ്ങനെ കാണാം? ആ ഒരു 1 ഷോട്ട് കംപ്ലീറ്റ് 2 മണിക്കൂറുള്ള 1 ഷോട്ട് ആണെങ്കിൽ ആ 2 മണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ് ഇരുന്ന് കാണുന്നുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഒന്നും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം.
അല്ലെങ്കിൽ എന്താ 2-ലോ എന്താ 3-ലോ ഒക്കെ ഇട്ട് സ്പീഡിൽ അടിച്ചിട്ട് കാണാം ഇല്ലേ? സോ അവിടെ നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, ഒരു 1 ഷോട്ടിന്റെ ടൈം മിസ്സാവുന്നില്ല. ഓക്കെ, 2 മണിക്കൂറിൽ ഒരു 1 ഷോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ ഒരു 1 അവർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ടാവാം. ബാക്കിയുള്ള ടൈം ഇരുന്ന് പഠിച്ചൂടെ? വരും ദിവസങ്ങൾ ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററും ഇരുന്ന് പഠിച്ചൂടെ? ഒരു ദിവസം, അതായത് നൈറ്റ് ഉള്ള ഒരു 3-4 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനിരുന്നാൽ പോരെ? കിട്ടും. മനസ്സിലാക്കുക ആ കാര്യം. റെഡി? ഈ 15 ദിവസത്തെ എന്താ ഈ സ്റ്റഡി മിഷൻ മക്കൾ നന്നായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. ഓണം എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. ഇനി ഓണം എക്സാമിന് വേണ്ടി പറയുന്ന കാര്യമല്ല, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബാച്ചിൽ ഇപ്പം നമുക്ക് നല്ല ഓഫർ പ്രൈസിലും ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓണം എക്സാമിൻ്റെ ഓഫറാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം വരെ ആ ഓരോ ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വേണം. ഓണം എക്സാം കഴിയും, ക്രിസ്മസ് എക്സാമും കഴിയും. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ പബ്ലിക് എക്സാമാണ്. പബ്ലിക് എക്സാമിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക എന്നതാണ് ഓരോ ഓണം എക്സാം കൊണ്ടും അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് എക്സാം കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ്, നമുക്കറിയാം ഒരു 1 ഷോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് സാധാ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അക്കൗണ്ടൻസിൽ ഒരു ചാപ്റ്ററൊക്കെ ഒരു 8, 9, 10 മണിക്കൂറിലൊക്കെ ഓക്കെ, ഒരു 4, 5 പാർട്ടിൽ 3, 4 മണിക്കൂർ, ഒരു 2, 3 മണിക്കൂറിൽ നമ്മൾ തീർത്ത കാര്യങ്ങൾ ആ ഒരൊറ്റ ചാപ്റ്ററാണ് 2 മണിക്കൂർ 2.5 മണിക്കൂർ വെച്ച് നമ്മൾ 1 ഷോട്ട് തീർക്കുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് അവരിൽ കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ടോപ്പിക്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ മനസ്സിലാക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. വെറും ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നതല്ല. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് വർക്ക്ഷീറ്റ് ചെയ്യാനുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ചാപ്റ്റർ വൈസ് എക്സാം ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് വേണ്ടേ? സോ അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുക, ഒരു ബാച്ചിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെയാണ്. അല്ലാതെ എന്താ, നിങ്ങളൊരു പബ്ലിക് എക്സാമിനും ഇതുപോലെ 1 ഷോട്ടും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ഡൗൺ ആവും. ഷുവറാണ്. ഓരോ വർഷവും നമുക്ക് എക്സാം അത്രത്തോളം ടഫായി വരികയാണ്. സോ മനസ്സിലാക്കുക, ഇപ്പോൾ ഉള്ള ഈ ഒരു ഓഫറൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് മിസ്സാക്കാതിരിക്കുക. കാരണം എന്താ, നമുക്ക് നോക്കുക, ഡെയിലി ഒരു 15 രൂപയാണ് നമ്മളെന്താണ് ആ ഒരു ഫീ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് വരിക. അതിന് നമ്മൾ ഒരു ദിവസം ഒന്ന് പുറത്തു പോയി ചായ കുടിക്കാനുള്ള പൈസ പോലും ആവുന്നില്ല എന്നാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓഫറൊക്കെ മിസ്സാക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ എന്താ, ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ട്, ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മളെ 50 ഡേയ്സ് മിഷൻ അത് അടിപൊളിയായിട്ട് ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. ഓക്കെ ആണോ? റെഡി? നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.